ഹലോ ഗായ്സ്, ശ്രീ ഹിയർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താ പറയുക, ഓപ്പോ ഫൈൻഡ് X9 Pro. ഈ ഫോണിനെ കുറിച്ച് ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയത് MKBHD ഫോൺ അവാർഡ്സ് കണ്ടിട്ടാ. ഫോൺ അവാർഡ്സിനകത്ത് പൊതുവെ എല്ലാ വർഷവും MKBHD ഫോൺ അവാർഡ് കൊടുക്കുന്ന സമയങ്ങളിൽ ഏറ്റവും കിടിലമായി റിഗ്രസ് ആയിട്ട് ക്യാമറയ്ക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ പയ്യൻ കൊടുക്കാറുള്ളൂ. ആൻഡ് ഓപ്പോ ഫൈൻഡ് X9 Proയ്ക്ക് കൊടുത്തപ്പം ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല ഇതിന് കൊടുക്കുമെന്ന്. ആൻഡ് ദാറ്റ് ഗോട്ട് മീ എക്സൈറ്റഡ്. ഞാൻ ഫോൺ സെറ്റ് ചെയ്തു, കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഭയങ്കര റിഗറസ് റിവ്യൂ ഒന്നും അല്ലെങ്കിലും എൻ്റെ ഇനിഷ്യൽ ഇംപ്രഷൻസും ഞാൻ എല്ലാ പെർസ്പെക്റ്റീവ് നിന്ന് ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് നമ്മൾ ക്യാമറയിൽ അടിച്ചിട്ട് ഇൻഡെപ്ത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആദ്യമേ അറിയാം, നമ്മുടെ മലയാളികൾക്കെല്ലാം ഒരു മൈൻഡ് സെറ്റ് സാധനമുണ്ട്. സംഭവം എന്ന് വെച്ചാൽ 1,00,000 മേളിൽ ഒപ്പോ വിവോ എടുക്കുമ്പം അത് ഒരു പുച്ഛഭാവമുണ്ട്. ഞാൻ നിങ്ങളെ ആരെയും കുറ്റം പറയാനോ ഒന്നുമല്ല ഇവിടെ ഇരിക്കുന്നത്. എനിക്കും ആ ഒരു പെർസ്പെക്റ്റീവിൽ ആ ഒരു കണ്ണിന്ന് നമ്മുടെ ആ ഒരു ബ്രാൻഡ് വാല്യൂ നമ്മൾ നല്ല കോൺഷ്യസ് ആണ്. പക്ഷേ ഗൈസ്, ദ വാല്യൂ ഇത് ടേബിളിലേക്ക് വെക്കുന്നുണ്ടല്ലോ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഇറ്റ്സ് സോ 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 ഹൈ ഇൻ വാല്യൂ എന്ന് എനിക്ക് 110% പറയാൻ പറ്റും. സോ ആദ്യമേ തന്നെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി. IP6 എന്താ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2, ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2, എയർക്രാഫ്റ്റ് ഗ്രേഡ് അലുമിനിയം, IP68, 69. ചില സ്ഥലങ്ങളിൽ 69 ഉണ്ട്, ചില സ്ഥലങ്ങളിൽ 69 ഇല്ല. IP68 എന്ന് മാത്രം എടുത്ത്, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. സോ എന്തായാലും നമ്മൾ കയ്യിലൊക്കെ ഫോൺ എടുത്ത് പിടിക്കുമ്പം യു ഗെറ്റ് ദാറ്റ് സോൾഡ് ഫീൽ ഉണ്ട് ആ ഫോണിൻ്റെ അകത്ത്. നല്ല കനവും കൂടിയിട്ടുണ്ട് കേട്ടോ. കനം ചെറിയ IP എനിക്ക് തോന്നുന്നു ഒരു 1-2 മില്ലിമീറ്റർ എന്താ കഴിഞ്ഞ ഫോണിൽ നിന്ന് കൂടിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യം ആണെന്ന് ഞാൻ പറയും. എന്നാലും ഇൻ ഹാൻഡ് ഫീൽ സൂപ്പറാണ്. പിന്നെ പുതിയൊരു ഡിസൈൻ കട്ടൗട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ, ഗൈസ്, ഞാൻ സത്യത്തിൽ ഐ വാസ് എ ഫാൻ ഓഫ് ദി പണ്ടത്തെ ആ ഒരു റൗണ്ട് കർണർ. പക്ഷേ എസ്തെറ്റിക്സ് മാറ്റി വെച്ച് പർപ്പസ് നോക്കുവാണെങ്കിൽ ദിസ് ഇസ് ഫാർ മോർ. നമ്മുടെ കൈ ഫിംഗേഴ്സ് ഇവിടെ പ്ലേസ് ചെയ്യാനും ടേബിൾ റാറ്റിലിങ്ങും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. ഫാർ മോർ പർപ്പസ് ഓറിയൻറ്റഡ് ഡിസൈൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സോ ഡിസൈൻ വൈസ് ഒപ്പോ ഹാസ് ടേക്കൺ ദ റൈറ്റ് പാത്ത് എന്ന് എനിക്ക് പറയുള്ളൂ. സോ ഗുഡ് ടു യൂസ്, സോ ഗുഡ് ടു എന്താ പറയുക, ഉപയോഗിക്കാനോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ നമുക്ക് വരുന്നില്ല. ഐ റിയലി എൻജോയ് യൂസിങ് ദിസ് ഫോൺ, സത്യസന്ധമായി പറയാം. പിന്നെ വേറെ കാര്യം പറയുകയാണെങ്കിൽ ഗൈസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ് ഡിസ്പ്ലേ. ലുക്ക് അറ്റ് ദ ബെസൽസ് മാൻ. ബെസൽസ് എന്ന് പറഞ്ഞ സാധനം ഈ ഫോണിന് ഇല്ല. വെരി 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 എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബെസൽ കുറഞ്ഞ ഫോണുകളിൽ ഒന്നാണെന്ന് തോന്നുന്നു. സോ ബെസൽ ഇല്ലാത്തൊരു ഫോൺ. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, കർവച്ചറും കാര്യങ്ങളൊന്നുമില്ല. ഫ്ലാറ്റ് ഭയങ്കര ബെസൽ കുറഞ്ഞ ഒരു സൂപ്പർ 120 Hz, 1 billion plus കളേഴ്സ്, 10-bit കളേഴ്സ്, HDR10+, 1800 നിങ്ങൾക്ക് HBM കിട്ടും, 3500 3200 ഇടയിലൊക്കെ നിങ്ങൾക്ക് പീക്ക് ബ്രൈറ്റ്നസ് കിട്ടും, HDR ബ്രൈറ്റ്നസ്, സൂപ്പർ കിൽഡ് ഡിസ്പ്ലേ, PWM കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് 2160 Hz വരെ പോകുന്നുണ്ട്. അതും കമ്പൈൻഡ് വിത്ത് എന്താ പറയുക, ഭയങ്കര ലോ ആയിട്ട് നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഡിസ്പ്ലേ വൈസ് ടോപ്പ് നോച്ച്, ടോപ്പ് ക്വാളിറ്റി, ടോപ്പ് റിഫ്രഷ് റേറ്റ് എല്ലാം ഉള്ള, ഒരു സാക്രിഫൈസും ഇല്ലാത്ത നിങ്ങൾ 1,00,000 മേളിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന ഡിസ്പ്ലേ തന്നെ ആണെന്ന് എനിക്ക് 110%. ഇതിനകത്ത് HDR കോണ്ടന്റും കളർ ആക്യുറസി ഒക്കെ നമ്മൾ ഓൺലൈൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര അടിപൊളിയാണ്. ഡിസ്പ്ലേ ഈസ് സുപ്രീം. ആൻഡ് സ്പീക്കേഴ്സ് ഗൈസ്, നൈസ്. അഗൈൻ നോട്ട് ദി ബെസ്റ്റ് iPhone 17 Pro Maxൻ്റെ അത്ര സ്പീക്കേഴ്സ് ഒന്നും വരത്തില്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു മിസ്സിങ്ങും അടിക്കാത്ത നൈസ് ഒരു സ്റ്റീരിയോ സെറ്റപ്പ് ഇതിനകത്തുണ്ട്. നൈസ് സ്പീക്കേഴ്സ് ഗൈസ്. സ്പീക്കേഴ്സിനെ കുറിച്ച് എനിക്ക് ഒരുപാടൊന്നും പറയാനില്ല. കോണ്ടന്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, കോണ്ടന്റ് കാണാനായിക്കോട്ടെ, സിനിമ കളിക്കാനാണ്, ഗെയിം കളിക്കാനാണ് സൂപ്പർ ഹൈലി റെക്കമെൻഡഡ്. പിന്നെ ഒപ്പോവിനകത്തെ അവരുടെ ഹാപ്റ്റിക്സിനെ കുറിച്ച് പറയാം. അവരുടെ ഹാപ്റ്റിക്സും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ദാറ്റ്സ് എന്താ പറയുക, ആ ഒരു ടാക്ടൈൽ ആ ഒരു സാധനം ഭയങ്കര രസമാണ്. അത് അവർ പ്രിസൈസ്ലി നല്ലോണം ട്യൂൺ ചെയ്തുകൊണ്ട് ഹാപ്റ്റിക്സ് വൈസ് ആണെങ്കിലും എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ്. ഷെഫ്സ് കിസ്. പിന്നെ ഗൈസ്, ഒരു കാര്യം എടുത്ത് പറയാനുള്ള, ഗൈസ്, ചാനലൊന്ന് ഡൗൺ ആയിട്ടിരിക്കുക, പ്ലീസ് ഒരു ലൈക്ക്, ഷെയർ ഓർ ഹൈപ്പ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് ഈ ഫോൺ അല്ലെങ്കിൽ വേറെ ഒപ്പോ ഫൈൻഡ് X9 Pro നല്ലോണം ടെസ്റ്റ് ഔട്ടൊക്കെ ചെയ്ത് ചെക്ക് ചെയ്ത് ക്യാമറ ഒക്കെ ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ നേരെ നിങ്ങൾ ടെക്യൂ മൊബൈൽസിലേക്ക് വന്നോ. ട്രിവാൻഡ്രത്തുണ്ട്, അതുപോലെ ടെക്യൂവിൻ്റെ ത്രൂ ഔട്ട് ഷോറൂംസിലെല്ലാം അവർ അറേഞ്ച് ചെയ്ത് തരും. അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. സോ ഗൈസ്, ഇറ്റ്സ് ശ്രീ ഹിയർ. ഇനി നമുക്ക് ഗൈസ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി ബാറ്ററി ലൈഫ്. 7500 mAh. ഞാൻ ചെറുതായിട്ട് കനം കുറഞ്ഞെന്ന് പറഞ്ഞില്ലേ? സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച്, ഞാൻ തള്ളുവാണെന്ന് വിചാരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊരു 2-day ഫോണാണ്. കാരണം ഇതിനകത്തിരിക്കുന്ന ചിപ്സെറ്റ് ഒരു 3 nm അത്യാവശ്യം പവർ എഫിഷ്യൻ്റ് ആയിട്ട് ചിപ്സെറ്റാണ്. ഞാൻ ഭയങ്കരമായി ഗെയിം കളിക്കാറില്ല, ഞാൻ ഭയങ്കരമായി വിഗറസ് ടെസ്റ്റിംഗ് ഒന്നുമല്ല. എനിക്കൊരു വൈഫൈ അറ്റ്മോസ്ഫിയറിലാണ് മിക്കപ്പോഴും ഫോൺ ഉപയോഗിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ദിസ് ഇസ് എ 2-day ഫോൺ ഫോർ ഷുവർ ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾക്കൊരു 8 hours അറൗണ്ട് ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടും. ഹെക്കിറ്റ് നിങ്ങൾക്ക് ഒരു 8+ hours 9 hours ഒക്കെ നിങ്ങൾക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടും. ബാറ്ററി ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് ക്ലാസ്
ടോപ്പ് ക്വാളിറ്റി, ഇതിലും മികച്ചതൊന്നും നിങ്ങൾക്ക് കിട്ടാനില്ല എന്ന് തന്നെ പറയാം. ബാറ്ററി ലൈഫ് ഇസ് സോ ഗുഡ്. നിങ്ങൾ ഫാസ്റ്റ് ചാർജിങ് 80 വാട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വയർഡ് ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. 50 വാട്ട് വയർഡ് ഫാസ്റ്റ് ചാർജിങ്ങും 10 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ ഒരു മേഖലകളിൽ ടോപ്പ് ഗായ് എന്ന് എനിക്ക് പറയുള്ളൂ. സോ ഗൈസ്, ഹൗ ഇസ് ദ തെർമൽസ് എന്ന് ചോദിച്ചാൽ, ഞാൻ പേഴ്സണലി ആ ഒപ്പോടെ എന്താ പറയുക കേസ് ഇട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് ക്യാമറ ഉപയോഗിക്കുമ്പോഴൊന്നും അങ്ങനെ വലിയ തെർമൽസൊന്നും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അഗൈൻ ഗൈസ്, ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻസ് ആണ്. ഡീറ്റെയിൽ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. തെർമൽസ് എല്ലാം എന്നെ സംബന്ധിച്ച് വെൽ കണ്ടെയ്ൻഡ് ആണ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ചിപ്സെറ്റ് ആൻഡ് പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സോ പെട്ടെന്ന് ഓടിച്ച് വിടാൻ പോവുക. Dimensity 9500 ചിപ്സെറ്റ് ആണ്. ടോപ്പ് ഓഫ് ദ ലൈൻ. ഡിമെൻസിറ്റിയുടെ ഈ ചിപ്സെറ്റിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആമിൻ്റെ MC12 ഡ്രാഗൂണോ അങ്ങനെ എന്തോ പറയുന്നൊരു GPU ആണ്. GPU ഈസ് സുപ്രീം ലെവൽ ഓഫ് GPU. പക്ഷേ എല്ലാ ഡിമെൻസിറ്റിക്ക് ഉണ്ടാകുന്ന ഒരു ഫോൾഡ് ആണ്. 8 എലീറ്റിൻ്റെ അത്രയോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ അത്രയോ സിംഗിൾ കോർ സ്കോറിൽ CPU പെർഫോമൻസ് പ്യൂർലി ക്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ദാറ്റ് ഈസ് ഓക്കെ. കാരണം ഈ ചിപ്സെറ്റ് ഇസ് എക്സ്ട്രീംലി ഗുഡ് ഫോർ ഗെയിമിംഗ്, എക്സ്ട്രീംലി ഗുഡ് ഫോർ മൾട്ടി ടാസ്കിങ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര നൈസ് ഒരു ചിപ്സെറ്റ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് UFS 4.1 സ്റ്റോറേജ് വരുന്നുണ്ട്. 12GB റാം, കാര്യങ്ങളെല്ലാം റാം മാനേജ്മെൻ്റ് ഒക്കെ ഒപ്പോടെ വോയിസ് ആണ്. ഇറ്റ്സ് റിയലി നൈസ്. കളർ വോയിസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വോയിസ് ആണ്. സോ അത്രയും പറഞ്ഞ് ഞാൻ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നില്ല ഗൈസ്. എനിത്തിങ് യു ത്രോ അറ്റ് ദിസ് ഇറ്റ് ക്യാൻ ഹാൻഡിൽ. 1,00,000 രൂപയ്ക്ക് നിങ്ങൾ കൊടുക്കുന്നതിനകത്ത് ടോപ്പ് ഓഫ് ദ ലൈൻ പെർഫോമൻസ് കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് തെർമൽസ് അത്യാവശ്യം നല്ല വെൽ കണ്ടെയ്ൻഡ് ആയിട്ടൊരു ഫോണും കൂടാണിത്. നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഹൗ ഈസ് ഡിഷ് ക്യാമറ സെറ്റപ്പ് എങ്ങനെ ഉണ്ട് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ, സോ ഗുഡ് മാൻ, സോ ഗുഡ് എന്ന് പറയാൻ കാരണം എനിക്കിത് ഭയങ്കര വേഴ്സറ്റൈൽ ക്യാമറ ആയിട്ടാവുന്നത്. ഞാൻ ആദ്യം തന്നെ നൈറ്റ് എടുത്ത ഷോട്ട്സ് വെച്ച് തുടങ്ങാം. ഞാൻ ജിമ്മിൻ്റെ അകത്ത് പോയും വെളിയിലെടുത്ത നൈറ്റ് ഷോട്ട്സും കാര്യങ്ങളൊക്കെ ദിസ് എക്സീഡഡ് മൈ എക്സ്പെക്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു ക്യാമറ സിസ്റ്റം. അഗൈൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ വിവോയുടെ X300 സീരീസ് എടുക്കുമോ ഇത് എടുക്കുമോ എന്ന് ചോദിച്ചാൽ, പ്രോബബ്ലി എനിക്കിതിൻ്റെ പ്രോസസ്സിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ നാച്ചുറൽ, ബട്ട് എന്നാൽ അൺനാച്ചുറൽ, കണ്ണിന് കുളിർമയുള്ളൊരു സാധനം ആഡ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ. അതുകൊണ്ട് എനിക്ക് ഫോട്ടോസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ റിയലി ലൈക്ക് ദ ഫോട്ടോസ് ഗൈസ്. X8 Pro വെച്ച് നോക്കുവാണെങ്കിൽ ഒരു സെൻസർ കുറച്ചിട്ടുണ്ട്. അതെങ്ങനെ ഇതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നോട്ട് റിയലി. കാരണം ഇതിനകത്തിരിക്കുന്ന പെരിസ്കോപ്പ് കഴിഞ്ഞ വട്ടത്തൊക്കെ അടിച്ചിട്ട് വലിയൊരു സെൻസറാണ്. 50 മെഗാപിക്സൽ, പിന്നെ ഒരു 2MB മോണോക്രോം. അതിൻ്റെ ആവശ്യമില്ല, ചുമ്മാ കൊടുത്തതേ ഉള്ളൂ. ആൻഡ് സാംസങ്ങിൻ്റെ വൈഡ് ആംഗിളും കാര്യങ്ങളൊക്കെയാണ് മെയിൻ സെൻസർ. ഇസ് ഓൾസോ വെരി ബിഗ് സെൻസർ. അത് നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല എമൗണ്ട് ഓഫ് ഡീറ്റെയിൽസ്, നല്ല എമൗണ്ട് ഓഫ് കളേഴ്സ്, നല്ല എമൗണ്ട് ഓഫ് HDR പ്രോസസ്സിങ്. എനിക്കൊരു കാര്യം പെർട്ടിക്കുലറായിട്ട് ഇവിടെ പറയണമെന്ന് തോന്നിയ, ഹാസൽബ്ലാഡിൻ്റെ ട്യൂണിങ് ഉണ്ടായിട്ടുണ്ട്. സ്കിൻ ടോൺസ് ചില സമയങ്ങളിൽ നല്ല, മിക്കപ്പോഴും ചെറുതായിട്ട് ഓഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ പറയുന്ന ചെറ്റത്തിലോ തൊട്ടിത്തിലോ നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇറ്റ് ലുക്സ് ബെറ്റർ എന്ന് തോന്നി. ചെറിയൊരു റെഡിഷ്, മലയാളികൾക്കൊക്കെ ചെറിയൊരു റെഡിഷ് സ്കിൻ ടോൺ ആഡ് ചെയ്യുന്നത് ഇച്ചിരി കൂടെ ഒന്ന് ബൂസ്റ്റ് ആക്കുന്ന ഒരു രീതിയിലാണ്. മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ വിൽ പ്രിഫർ ദിസ് റാദർ ദാൻ ദി ഒറിജിനൽ സ്കിൻ ടോൺ. പക്ഷേ ഒറിജിനൽ സ്കിൻ ടോൺ ആണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നോ എന്ന് എനിക്ക് പറയാൻ പറ്റും. ഡെഫിനറ്റ്ലി നോ അല്ല, നിങ്ങൾക്കത് മറ്റേ ഹാസൽബ്ലാഡ് മാസ്റ്റർ സീരീസ് ഒരുപാട് സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്കിൻ ടോണിൻ്റെ. പിന്നെ ഹാസൽബ്ലാഡ് ഹൈറസ് ഫോട്ടോസ് നിങ്ങൾക്ക് അതിനകത്ത് കറക്റ്റ് 50 മെഗാപിക്സലൊക്കെ കിട്ടും. അത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഗൈസ്, ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട്. പിന്നെ നിങ്ങൾക്ക് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നൈറ്റ് ഫോട്ടോസ് ലുക്ക് ആക്ച്വലി റിയലി ഗുഡ്. പിന്നെ 120 തവണ സൂം ചെയ്യാം. അതെല്ലാം വെച്ച് എടുക്കുമ്പോഴത്തേക്കും ഒരു വളരെ മികച്ച ഒരു സോളിഡ് ക്യാമറ പാക്കേജാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് ഐ റിയലി ലൈക്ക് ദ പോർട്രേറ്റ് എഫക്റ്റും കാര്യങ്ങളും ഒക്കെ. ആദ്യമായിട്ട് ഹാസൽബ്ലാഡിൻ്റെ ഒരു ക്യാമറ സിസ്റ്റം ഞാൻ നല്ലോണം എൻജോയ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഞാൻ 5-6 പോർട്രേറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം. വീഡിയോസിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ള ഗൈസ്, വൺ ഓഫ് ദി ബെസ്റ്റ് വീഡിയോ ടേക്കിംഗ് ക്യാമറ അതിന് ആൻഡ്രോയിഡ്. വീഡിയോസിന് എന്തൊക്കെ പറഞ്ഞാലും രാജാവ് ഇപ്പോഴും iPhone 17 Pro Max ഇല്ല Pro തന്നെ, അതിന് തർക്കിക്കാനൊന്നുമില്ല. പക്ഷേ ക്ലോസ് ടു ദാറ്റ് വരുന്ന ആൻഡ്രോയിഡ്സിനകത്ത് ഒരെണ്ണം ഇതാണ്. വീഡിയോസ് ആർ റിയലി ഗുഡ്. പിന്നെ ആപ്പിളിനെക്കാട്ടി നല്ലോണം കോപ്പി അടിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അവന്മാർ. ഈ ഒരു ക്യാമറ ക്യാപ്ചർ ബട്ടൻ്റെ ഒരു ചാത്തൻ ലേറ്റൻസി ഒക്കെ അതിനെക്കാട്ടിയും കുറവാണ്. പിന്നെ ഇറ്റ് ഈസ്, എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഇത് യൂസ്ലെസ് ആണ്. പക്ഷേ ഇറ്റ് ഈസ് ദെയർ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കണമെങ്കിൽ ആക്കാം ക്യാമറ സാധനങ്ങളൊക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. സോ പിന്നെ ഗൈസ്, ഒപ്പോൻ്റെ വോയിസിൻ്റെ വലിയൊരു ഫാനാണോ ഞാനെന്ന് ചോദിച്ചാൽ പ്രോബബ്ലി അല്ല. പക്ഷേ നിങ്ങൾക്ക് 5 years ഓഫ് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഫണ്ടമെൻ്റലി ഇറ്റ് വർക്ക്സ്. അതിൻ്റെ എസ്തെറ്റിക്സിൻ്റെ ഒരു ഫാനല്ല, പക്ഷേ ഫണ്ടമെൻ്റലി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം ഉണ്ട്. ടോപ്പ് ക്വാളിറ്റി സോഫ്റ്റ്വെയർ
എന്ന് പറയാം. ചെറുതായിട്ട് ഇൻബിൽട്ടായിട്ട് ആഡ്സും ബ്ലോട്ട് വേസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് കളയാൻ എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. നോട്ട് ആകെ ഒപ്പോയിൻ്റെ ഫാൻ അല്ലാത്തത് നോട്ട് എ ഫാൻ ഓഫ് ദിസ് സോഫ്റ്റ്വെയർ. ബാക്കിയെല്ലാം മക്കളെ ഇച്ചിരി പൊളി ഫോണാണ്. ഞാൻ ശരിക്കും ഇതിനെ അണ്ടർ റേറ്റ് ചെയ്തിട്ടിരുന്നൊരു ഫോണാണ്. ഇപ്പോഴും ഞാൻ ഈ ഫോൺ മേടിക്കാത്ത ഒറ്റ കാരണം സോഫ്റ്റ്വെയർ മാത്രമായിരിക്കാം. അതും കൂട്ടൊരു ക്ലീൻ ആൻഡ്രോയിഡ്സ് മിനിമൽ സാധനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്യാമറ സിസ്റ്റം, ഈ ബാറ്ററി ലൈഫ്, ഈ ഡിസ്പ്ലേ, ഈ പെർഫോമൻസ്, ഈ സ്പീക്കേഴ്സ്, ഈ ഹാപ്റ്റിക്സ് എല്ലാം കൊണ്ട് ഷെഫ്സ് കിസ്. സോ ഗൈസ്, ഫുൾ റിവ്യൂവിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇറ്റ്സ് യുവർ ബോയ് ശ്രീ ഹിയർ. അതേപോലെ ഗൈസ് അഗൈൻ ഒന്നുകൂടെ പറയുകയാണ്, ചാനൽ ഒന്ന് ഡൗൺ ആയിരിക്കും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. I എൻജോയ് ദിസ് ക്യാമറ. നൈറ്റിലായിക്കോട്ടെ, സൺലൈറ്റ് ആയിക്കോട്ടെ, HDR സിനേരിയോ ആയിക്കോട്ടെ, സ്കിൻ ടോൺ ആയിക്കോട്ടെ, എല്ലാത്തിനകത്തും നല്ലൊരു ബാലൻസ്ഡ് ക്യാമറ അപ്രോച്ച്. പക്ഷേ അതിനകത്ത് ഓഫ്കോഴ്സ് ഹാസൽബ്ലാഡ് ആ ഫൈൻ ട്യൂണിങ്, ആ ഒരു കംപ്രഷനും ആ ഒരു സാധനങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഐ റിയലി എൻജോയ് ടേക്കിംഗ് ഫോട്ടോസ്, ഐ റിയലി എൻജോയ് ക്യാപ്ചറിങ് ഇറ്റ്. അതേപോലെ ഞാൻ ഗൈസ് ഡ്രൈവ് താഴെ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്യാം.